السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ കലാം പാരായണം ചെയ്യാനും അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാനുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തഫ്സീർ ജുസ് അമ്മയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അമ്മ ജുസിൻ്റെ വിശദീകരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത് സൂറത്തുൽ ഖാരിഅ, അൽ ഖാരിഅതു മൽ ഖാരിഅ എന്നാരംഭിക്കുന്ന ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ സംഭവങ്ങളിൽ ചിലത് വിശദീകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖാരിഅ എന്നുള്ളത്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു തകാസുറാണ് അതിൻ്റെ താഴെ ക്രമത്തിൽ നമുക്ക് വെച്ച് തന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയാം, തൊട്ടു മുമ്പിലെ സൂറത്തിൽ ഖാരിയ ഓതിയതിനു ശേഷം ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ സംഭവത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത് പോലെയാണ്, ഇതൊക്കെ കേട്ടിട്ടും എന്ത് സ്വാധീനമാണ് നിനക്കുണ്ടായിട്ടുള്ളത്? ശേഷം സൂറത്തു തകാസുറിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുകൊണ്ട് ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ മറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ കേട്ടതിന് ശേഷവും ഹൃദയത്തിന് യാതൊരു സ്വാധീനവുമില്ലാതെ വീണ്ടും അശ്രദ്ധയിൽ തന്നെയാവുകയാണോ? അൽഹാക്കുമുത് തകാസുർ, മനുഷ്യനെ പരസ്പരം പെരുമ നടിക്കൽ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നത് വരെയും ഇതേ അവസ്ഥയിൽ തന്നെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. അഥവാ ഈ ഒരു ഖുർആനിലെ പണ്ഡിതന്മാർ പറയണം, ഒരു സൂറത്തിന് ശേഷം അടുത്ത സൂറത്ത് വരുന്നതിൽ പോലും പല പാഠങ്ങളുണ്ട്. എന്തുകൊണ്ട് ഖാരിഅക്ക് ശേഷം തകാസുർ? അതിൽ ചില ബന്ധങ്ങളുണ്ട്. ചില പണ്ഡിതന്മാരത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഖാരിയയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ചിലപ്പോൾ എളുപ്പത്തിൽ ഓതിപ്പോകും, ഖാരിഅത്തുൽ ഖാരിയ വേഗത്തിൽ ഓതിപ്പോകുന്ന കാര്യമാണ്. പക്ഷേ ഖിയാമത്ത് നാളിൽ ഇങ്ങനെ ഭയാനകമായ സംഭവങ്ങൾ സംഭവിക്കുമ്പോഴായിരിക്കും ആളുകൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. എന്നാൽ ഖുർആൻ യഥാർത്ഥ രൂപത്തിൽ ഉറ്റാലോചിച്ച് പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭയപ്പെടുത്തുന്ന ആയത്തുകളായിരിക്കും. അല്ലാഹു തആല ചോദിച്ചതുപോലെ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആൻ ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അതല്ല ഹൃദയത്തിൽ അവരുടെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. നമ്മളൊക്കെ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഖുർആൻ കേട്ടിട്ട് അത് ഒറ്റയ്ക്കിരുന്ന് ഓതുമ്പോഴാകട്ടെ, മറ്റൊരാൾ ഓതുന്നത് കേൾക്കുമ്പോഴാകട്ടെ, അതല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുമ്പോഴാകട്ടെ, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് യാതൊരു സ്വാധീനവും ഉണ്ടാകുന്നില്ല? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തീരെ സ്വാധീനം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ഹൃദയത്തിന് കാഠിന്യം ബാധിച്ചിട്ടുണ്ട്, അതിന് ചികിത്സിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങളത് ഒരുങ്ങിയിട്ടുണ്ടോ, അതല്ല നിങ്ങളിങ്ങനെ അശ്രദ്ധയിൽ തന്നെയാണോ എന്നാണ് സൂറത്തു തകാസുറിൽ ചോദിക്കുന്നത്. അത് പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യം മറന്നിട്ട് അശ്രദ്ധയിലും അതുപോലെ തന്നെ അലക്ഷ്യമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ ശക്തമായി ഉണർത്തുന്ന ഒരു സൂറത്താണിത്.
മുൻഗാമികളിൽ ചിലർ ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് ബോധം വീണു എന്നുള്ളത് വരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക്, അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, ലഖദ് ഖറഅതുൽ ഖുർആന കാമിലൻ ഫീ ലൈല, ഞാൻ കഴിഞ്ഞ രാത്രി ഖുർആൻ പൂർണ്ണമായി ഓതിയിട്ടുണ്ട്. അങ്ങനെ പറയപ്പെട്ടു. അപ്പോൾ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ല വ്യക്തിയോട് പറയാണ്, ലാക്കിന്നി അരിഫു റജുലൻ, പക്ഷെ എനിക്കൊരാളെക്കുറിച്ച് അറിയാം, ഖറഅ സൂറത്ത തകാസുർ ഫീ ലൈലത്തിൻ കാമില, ഒരു രാത്രി മുഴുവനും സൂറത്തു തകാസുർ മാത്രമാണ് അയാൾ പാരായണം ചെയ്തത്. ലാ യസാലു യുകർരിറുഹ വലാ തസ്തതിഉ അൻ യുജാവിസഹ, അയാൾ അത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്കത് വിട്ട് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സഹോദരങ്ങളെ, ഇതിൻ്റെ അർത്ഥം ഖുർആൻ വേഗത്തിൽ ഓതി തീർക്കുക എന്നുള്ളത് തെറ്റാണെന്നോ കറാഹത്താണെന്നോ അല്ല. പ്രത്യേകം സന്ദർഭങ്ങളിൽ അങ്ങനെ ഓതി തീർക്കാൻ ഒരുപാട് സ്വഹാബികൾ നിസ്കാരത്തിലും മറ്റുമൊക്കെ ഖുർആൻ പൂർണ്ണമായി ഒരു രാത്രി കൊണ്ട് ഓതി തീർത്തിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഏറ്റവും പ്രാധാന്യം ഇങ്ങനെ കേവലം ഓതി തീർക്കുക എന്നുള്ളതിലല്ല, മറിച്ച് അതിൻ്റെ ആശയം ആലോചിച്ചു കൊണ്ട് ഓതുക എന്നുള്ളതിലാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഒരു പക്ഷേ ഓതിയ ആളുടെ അവസ്ഥയോ മറ്റോ അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കാം, അങ്ങനെ വല്ല പശ്ചാത്തലം ഉണ്ടായിരിക്കാം. അപ്പോൾ വിഷയം ഖുർആൻ അത് ആലോചിച്ച് ചിന്തിച്ചോതുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരായത്ത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഓതിപ്പോകും. കാരണം അതിൻ്റെ ആശയം ആലോചിക്കുന്ന സമയത്ത് അപ്പുറത്തേക്ക് ഓതാൻ ഒരാൾക്ക് സാധിക്കുകയില്ല. ഇത് വലിയ ദർജയിലുള്ള ആളുകളുടെ കാര്യമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയാണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ഏറ്റവും മോശപ്പെട്ട ആളുകൾ ഖുർആനെ തീരെ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. ഖുർആൻ തീരെ ഓതാത്ത, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം ഒന്ന് ഓതുന്ന, ഖുർആനിന് യഥാർത്ഥത്തിൽ ഒരു നിത്യജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്ത ആളുകളുണ്ടാകും. ഇനി അതിനുശേഷം ഇടയ്ക്കെങ്കിലുമൊക്കെ ഒന്ന് ഓതുന്ന ആളുകളുണ്ടാകും, കുറച്ച്. അതിനുശേഷം പതിവായി ഓതുന്ന ആളുകളുണ്ടാകും. അതിനുശേഷം ആ ഓതുന്ന കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാകും. അത് അമല് കൂടി ചെയ്യുന്ന ആളുകളുണ്ടാകും. നമ്മളിതിൽ ഏതാണ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പദവി എവിടെ എത്തിയിട്ടുണ്ട്? നമ്മൾ ഈ പദവിയിലേക്ക് ഉയർന്നു വരേണ്ട ആളുകളാണ്. എപ്പോഴെങ്കിലും മാത്രം ഖുർആൻ ഓതുന്ന ആളുകളാണോ? അതല്ല സ്ഥിരമായി ഓതുന്നുണ്ടോ? ആ ഓതൽ തന്നെ ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് തീർക്കണം, ഓതി തീർക്കണം, ഇങ്ങനെ തുടങ്ങി വേഗം തീർത്ത് മറ്റു പണിക്ക് പോകണം എന്ന നിലക്കാണോ ഓതുന്നത്? അതല്ല ഏതെങ്കിലും ഒരു സമയമെങ്കിലും ഖുർആൻ ഓതുന്ന സമയത്ത് അത് പഠിച്ച് ആശയം എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹത്തിൽ ഓതാറുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കിന്ന് ശ്രദ്ധ തെറ്റിക്കാനായി, ഈ സൂറത്തിൽ പറയുന്നത് തന്നെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ശ്രദ്ധ തെറ്റിക്കാനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ ഖുർആൻ പാരായണവും നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗവും നമ്മൾ നോക്കുക. നമ്മളൊരു ദിവസത്തെ ഖുർആൻ പാരായണവും നമ്മൾ ആളുകളുമായി സംസാരിച്ചിരിക്കുന്ന സമയം നമ്മൾ നോക്കുക. അപ്പോൾ ഖുർആനുമായി, അതല്ലെങ്കിൽ ഇൽമുമായി, ഏതൊരു ഇൽമിലും നമ്മൾ വ്യാപൃതനായാൽ അത് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പഠിക്കുകയാണെങ്കിലും, ഹദീസുകൾ പഠിക്കുകയാണെങ്കിലും, തഫ്സീറുകൾ പഠിക്കുകയാണെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. എല്ലാം ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. ഒരു ഫിഖ്ഹിൻ്റെ ക്ലാസ്സിൽ ഇരുന്നാലും അത് ഖുർആനിലേക്ക് തന്നെയാണ്. നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചാലും അത് ഖുർആനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യവും മറ്റു ഭൗതിക കാര്യവും നമ്മൾ തട്ടിച്ചു നോക്കി നമ്മൾ എത്രയാണ് ഓരോന്നിനും സമയം കൊടുക്കുന്നത് നോക്കിയാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ കൊടുത്തിട്ടുണ്ടാകും. 2-3 മണിക്കൂർ സോഷ്യൽ മീഡിയ, 1-2 മണിക്കൂർ ആളുകളുമായി സംസാരിച്ചിരിക്കുക, 1-2 മണിക്കൂർ ചിലപ്പോൾ ചായ കുടിച്ചിരിക്കുക, 1-2 മണിക്കൂർ അങ്ങനെ മറ്റു പല കാര്യങ്ങളും, വിശ്രമം, ഉറക്ക്, പലതും ഉണ്ടാകും. ഖുർആൻ ചിലപ്പോൾ കുറവായിരിക്കും. ഇനി ഖുർആൻ ഓതുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ അവൻ ആകെ കൊടുക്കുക 5 മിനിറ്റൊക്കെ ആയിരിക്കും. 5 മിനിറ്റൊക്കെ ഓതുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലൊക്കെ ഇത് പൂട്ടി അപ്പുറത്തേക്ക് പോകണം, ചായ കുടിക്കാൻ പോകാൻ, വേഗം ഇന്ന കാര്യത്തിന് പോകാം എന്ന ചിന്തയിൽ മാത്രം വേഗം 1 പേജ് ഓതുക, വേഗം 2 പേജ് ഓതുക, ഇങ്ങനെ മാത്രം ഓതുന്ന ആൾക്കാരുണ്ടാകും. അതിലും മുകളിലെത്തിയ ആൾക്കാർ സ്ഥിരമായി ഒരു ജുസ് എങ്കിൽ ഒരു ജുസ്, അര ജുസ് എങ്കിൽ അര ജുസ്, അങ്ങനെ സ്ഥിരമായി ഓതുന്ന ആളുകളുണ്ടാകും. അവരും ഇത് വേഗം തീർക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു സമയത്ത് പോലും ഖുർആനിലുള്ള അർത്ഥം അറിയാനോ, ഇതെന്താണ് ഇതിലൂടെ പറയുന്നത്, എന്തു മാറ്റാണിത് ഓതിയിട്ടുണ്ടാകേണ്ടത് എന്ന് ചിന്തിക്കുകയോ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ബാക്കിയുള്ള ആളുകളെക്കാളും അവൻ ഖൈറിൽ തന്നെയാണ്. കാരണം അവൻ ഓതുന്ന ഓരോ ഹർഫിനും 10 പ്രതിഫലമുണ്ട്. അത്രയും പ്രതിഫലം അവന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ലാക്കിന്നി അരിഫു റജുലൻ ഖറഅ സൂറത്ത തകാസുർ ഫീ ലൈലത്തിൻ കാമില. പക്ഷെ എനിക്കൊരു മനുഷ്യനെ അറിയാൻ സൂറത്തു തകാസുർ മാത്രമാണ് ഒരു രാത്രി ഓതിയിട്ടുള്ളത്. ലാ യസാലു യുകർരിറുഹ, രാവിലെ വരെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലാ തസ്തതിഉ അൻ യുജാവിസഹ, എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? പൂർത്തിയാക്കാൻ ഉറങ്ങിപ്പോയതുകൊണ്ടല്ല, മറിച്ച് അയാൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
സഹോദരങ്ങളെ, ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അപ്പം മനുഷ്യരിൽ ചിലർ റബ്ബ് പടച്ചതിൻ്റെ ലക്ഷ്യം തന്നെ മറന്ന ആളുകളുണ്ട്. അവർ പരസ്പരം ഇങ്ങനെ പെരുമ നടിക്കുക എന്നുള്ളത് അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഏത് വിഷയത്തിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ചത് അവനിലേക്ക് ഇബാദത്തുകൾ ചെയ്ത് മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ആളുകൾ മറന്നിട്ടുണ്ട്. അള്ളാഹിനെ തന്നെ തിരിച്ചറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇബാദത്തുകൾ മറന്ന ആളുകൾ, ഒരു ഇബാദത്തും ജീവിതത്തിലില്ല. അവനെ പരലോകം അത് പൂർണ്ണമായി അവൻ മറന്നിരിക്കുന്നു. ദുനിയാവ് അവൻ്റെ പരലോകത്തെ പൂർണ്ണമായി അവനെ മറപ്പിച്ചിരിക്കുന്നു. അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ മറന്നുപോയി. അള്ളാഹിനെ മാത്രമേ ഭയപ്പെടാവൂ, അള്ളാഹുവിൽ മാത്രമേ പ്രതീക്ഷ വെക്കാവൂ, അള്ളാഹുവിനെ ആണ് സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് വെറുക്കേണ്ടത്. ഇതെല്ലാം ആളുകൾ മറന്നുപോയിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെക്കുറിച്ച് മറന്നുപോയിട്ടാണ് ആളുകൾ ജീവിച്ചിരിക്കുന്നത്. ആളുകൾ ആസ്വദിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും, കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ധരിച്ചിരിക്കുന്ന വസ്ത്രവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളാണ് എന്നതുപോലും ആളുകൾ മറന്നുപോയിരിക്കുന്നു. അല്ല, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ലഭിച്ചിട്ടും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ടതിന് പകരം, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കേണ്ടതിന് പകരം നിസ്കാരം പോലും ആളുകൾ മറന്നുപോകാണ്. അല്ല, ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ വരാത്ത ഒരാളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അവനതിന് തൊട്ടുമുമ്പ് വരെ ഭക്ഷണം കഴിച്ചതും കുടിച്ചതും ധരിച്ചതും ഉടുത്തതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു തആല കൽപ്പിച്ച പ്രകാരം ഒരാൾ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരിക, വിജയത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് അവൻ അതിലേക്ക് ചെവി കൊടുക്കുന്നില്ല, അവൻ അതിലേക്ക് വരുന്നില്ല. അവൻ അവിടെ തന്നെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ചില ആളുകൾ ഖളാക്കിക്കൊണ്ട് നിസ്കരിക്കും, ചില ആളുകൾ നിസ്കാരം തന്നെ ഉപേക്ഷിക്കും. എന്ത് തന്നെയായാലും വളരെ ഗൗരവമുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മറന്നുകൊണ്ട് ആസ്വാദനങ്ങളിലോ അവൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലോ അല്ലാഹു തആലയുടെ അഹ്കാമുകളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്താണ് മറപ്പിച്ച കാര്യങ്ങൾ? മറപ്പിച്ച കാര്യങ്ങൾ അനേകമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിലൊരു കാര്യം പറയാണ്, അൽഹാകും അത്തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളത് നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദുനിയാവും അതിലുള്ള സുഖ സൗകര്യങ്ങളും അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൊണ്ടാണ് പരലോകത്തെ മറപ്പിച്ചത്. ഒന്നുകിൽ അത് വർദ്ധിപ്പിക്കുക, അതല്ലെങ്കിൽ കൂടുതൽ ആസ്വദിക്കുക. ചില ആളുകൾ അത് കൂടുതൽ ഉണ്ടാക്കി വെക്കും, വേറെ ചിലർ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയില്ല, കൂടുതൽ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ കഴിക്കണം, കൂടുതൽ ധരിക്കണം, കൂടുതൽ യാത്ര ചെയ്യണം, ഇങ്ങനെ പല കാര്യങ്ങളാണ് ആളുകൾക്കുള്ളത്. പിന്നത് ഒരുപാട് കാണാൻ സാധിക്കും. ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്ന ലോകം മുഴുവൻ സഞ്ചരിക്കലാണ്. അവൻ കാണാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവരുത്. ഇതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പോലെയാണ് ആളുകൾ. അതല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കണം, എല്ലാ സ്ഥലത്തേക്കും പോകണം, അല്ലെങ്കിൽ ലോകത്തുള്ള എന്തൊക്കെ ആസ്വാദനങ്ങളുണ്ടോ അവിടെയൊക്കെ പോകണം. ഇതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് അതിനുവേണ്ടി ദുനിയാവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാലും യാതൊരു കുഴപ്പമില്ല. അല്ലാഹു തആല പറയുന്നത് അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഏത് കാര്യത്തിൽ പെരുമ നടിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ചില ആളുകൾക്ക് സമ്പത്തായിരിക്കും, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് മക്കൾ ഉണ്ടാവണം, അതുമായി ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. വേറെ ചില ആളുകൾക്ക് സ്ഥാനമാനങ്ങളായിരിക്കും. ഇതിനു വേണ്ടി അള്ളാഹിനെ കുറിച്ച് മറക്കുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഐഹിക സുഖങ്ങളുണ്ട്. അത് ചിലപ്പോൾ ചില വയസ്സുകൾ അനുസരിച്ച് മാറും. ചെറിയ കുട്ടികൾക്ക് അവരുടേതായ ആസ്വാദനങ്ങളായിരിക്കും, യുവത്വത്തിൽ മറ്റൊന്നായിരിക്കും. ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള യുവത്വത്തിലുള്ള ആസ്വാദനങ്ങൾ അവർക്ക് വേണ്ടി വരികയില്ല. സ്ത്രീയോ ഭക്ഷണമോ ചില കാര്യങ്ങൾ അവർക്ക് കൊണ്ട് സാധിക്കില്ല. പക്ഷെ അവർക്ക് അപ്പോഴുണ്ടാകുന്ന ആഗ്രഹം അത് സ്ഥാനമാനങ്ങളായിരിക്കും, അത് വിടാനുള്ള പ്രയാസമായിരിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് ഭൗതികമായ കാര്യങ്ങൾ അത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അൽഹാകുമുത് തകാസുർ, ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പരസ്പരം പെരുമ നടിക്കുക, അതെൻ്റെ അടുത്താണുള്ളത്, എനിക്കാണത് കൂടുതലുള്ളത് എന്ന് പറയുക. അത് ചിലപ്പോൾ ചില ആളുകൾ നാവ് കൊണ്ട് പറയണമെന്നില്ല. ഇപ്പോൾ വീടിൻ്റെ കാര്യമാണെങ്കിലും ശരി, മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിലും ശരി, ഒരാൾ ഇത്ര രൂപയുടെ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കണം, എനിക്കത്ര കഴിവുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. ഒരാൾ ഈ രൂപത്തിൽ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും അതേപോലെ കല്യാണം നടത്തണം, എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെ അള്ളാഹിനെ മറക്കുകയാണ്. കാരണം ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദീനിനെ പോലെ ഒഴിവാക്കുന്നത്. ഇപ്പം നമ്മൾ വിദേശത്തും മറ്റുമൊക്കെ പോയാൽ രാവും പകലും ഇല്ലാതെ ആളുകൾ അധ്വാനിക്കുന്ന കാണാൻ സാധിക്കും. ചിലപ്പോൾ നിസ്കാരം പോലും മര്യാദയ്ക്ക് ഉണ്ടാവുകയില്ല, ഹലാൽ ഹറാമുകളൊന്നും ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് തന്നെ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ദീനിന് ഏറ്റവും അവസാനത്തെ പ്രിഫറൻസാണ് ദീൻ. അങ്ങാടികളിൽ പോയാൽ നമുക്കിത് നേർക്കുനേരെ കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് ആളുകളുടെ അസ്ർ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? വിലക്കപ്പെട്ട സമയത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്.
മഗ്രിബിൻ്റെ സമയമാകുമ്പോൾ ചില ആളുകൾ മസ്ജിദിലേക്ക് വരും, കോഴി കുത്തുന്നത് പോലെ ഇങ്ങനെ ചെയ്തിട്ട് വേഗം തീർക്കും. അവരെത്രയാണ് ദീനിന് കൊടുത്ത സ്ഥാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അൽഹാകുമുത് തകാസുർ, ഇതിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കച്ചവടം, അതിന് മുതലാളി വിടുന്നില്ല, ഇന്നാൾ വിടുന്നില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. നിന്റെ നിസ്കാരം പാഴാക്കിക്കൊണ്ട് എന്ത് ദുനിയാവാണ് നിനക്ക് വിട്ടുപിടിക്കാനുള്ളത്? സഹോദരങ്ങൾ, അത് ശ്രദ്ധിക്കുക. അൽഹാകുമുത് തകാസുർ, പരസ്പരമുള്ള പെരുമ നടിക്കൽ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹു തആലയെ കുറിച്ച് മറപ്പിച്ചിരിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു. ചിലപ്പോൾ ഇത് ഇൽമിന്റെ കാര്യത്തിൽ പോലും വരുമെന്ന് പറയുന്നുണ്ട്. ഇൽമിന്റെ കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൽമ്. ചില ആളുകൾ എന്ത് ചെയ്യും? പെരുമ നടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മറ്റാർക്കും അറിയാത്തതായ ഒരുപാട് കാര്യങ്ങളൊക്കെ, അത്തരം അറിവുകളൊക്കെ വെക്കും. അതുകൊണ്ട് അമല് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല ലക്ഷ്യം, മറിച്ച് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ചിലർ യഹ്യ മഈൻ റഹിമഹുള്ളയെ പോലെ ചില ആളുകൾ പറയും, അവർ ചില ആളുകൾ ഹദീസിന് പഴയ കാലത്ത് നമുക്കിങ്ങനെ സനദുകൾ തേടി കണ്ടുപിടിക്കണം, ഇന്നാൾ ആരോ കേട്ടു. അങ്ങനെയാണ് മുഹദ്ദിസുകൾ ആദ്യ കാലത്ത് ചെയ്തിരുന്നത്. അപ്പോൾ 1-2 സനദുകൾ തന്നെ ചിലപ്പോൾ മതിയാവും. പക്ഷെ അനേകം, എൻ്റെ അടുത്ത് ഒരു ഹദീസിന് ഇത്ര സനദുകളുണ്ട്. അപ്പോൾ ആളുകളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിൽ ചിലപ്പോൾ ദീനിയായ കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ തക്കാസർ വരും. അല്ല, ഭൗതികം മാത്രമല്ല, ദീനിന്റെ വിഷയത്തിൽ പോലും. അഥവാ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, മറ്റാർക്കും അറിയാത്തതായ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്ന രൂപത്തിൽ പോലും ചിലപ്പോൾ ചില മത്സരങ്ങൾ കടന്നു വന്നേക്കാം എന്നാണ്. അപ്പോൾ ആളുകൾ ദുനിയാവിൽ ഇപ്പോൾ പലപ്പോഴും യുവാക്കളെ മറ്റുമൊക്കെ, ഭൗതികമായ കാര്യത്തിൽ യുവാക്കളെ മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രശംസിക്കുന്നതും ഒക്കെ എന്താണ്? അവൻ ഇത്ര ദുനിയാവ് ഉണ്ടാക്കിയെന്നാണ്, അവൻ വയസ്സ് ഇത്രയേ ആയിട്ടുള്ളൂ, പക്ഷെ ഇങ്ങനെയുള്ള മില്യനറായി മാറി, ഇത്ര വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തി എന്നാണ് ആളുകൾ പ്രധാനമായും ഫോക്കസ് കൊടുക്കുന്നതും അതിനുവേണ്ടി മോട്ടിവേഷനും കൊടുക്കുന്നതും ഒക്കെ. ദുനിയാവ് ഉണ്ടാക്കണം, ഏറ്റവും വലിയ പണം ഉണ്ടാക്കണം എന്നാണ്. അപ്പം അതിനുവേണ്ടി കച്ചവടമാകട്ടെ, മറ്റു പല കാര്യങ്ങളും ആളുകൾ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവൻ്റെ തൃപ്തി ലഭിച്ചുകൊണ്ട്, പൊരുത്തം കിട്ടിക്കൊണ്ട് എങ്ങനെ ഇത് ശരിയാക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മറക്കുകയാണ്. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമെന്ന കാര്യത്തെക്കുറിച്ച് എന്തിരിക്കുകയാണ്? നിങ്ങൾ മറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലൗ കാന ലിബ്നി ആദം വാദിയാനി മിൻ ദഹബ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആദമിന്റെ സന്തതി, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 താഴ്വര നിറയെ സ്വർണം അവന്റെ കയ്യിലുണ്ടെങ്കിലും അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, വീണ്ടും 2 താഴ്വര അവന്റെ കയ്യിൽ ഉണ്ടാകണം എന്ന് ചിന്തിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും, നമുക്ക് 1 കിലോ സ്വർണം കിട്ടിയിട്ട് നമ്മളിനൊന്നും ചോദിക്കൂല, നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കും. ഇയാളൊക്കെ എന്താണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത്ര കോടി ആസ്തി ഉണ്ടായിട്ടും പിന്നെ ഇങ്ങനെ ജീവിക്കും, നമുക്കൊക്കെ 1 കിലോ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിന്നെ ഒന്നും ആഗ്രഹിക്കുകയില്ല എന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ഇന്നാ കിട്ടിയതുപോലെ നമുക്ക് അതിൻ്റെ 1% നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു, നമ്മൾ പിന്നെ വേറെ ഇല്ല. മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കിട്ടുമ്പോഴാണ് അവന് വീണ്ടും കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവുക. ഇല്ലാത്തവൻ ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കും, എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്, ഞാൻ പിന്നെ ഒന്നും ഇല്ല, ഞാൻ അങ്ങനെ ദുനിയാവൊക്കെ ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കും. അങ്ങനെയല്ല, മനുഷ്യന്റെ പ്രകൃതം അവന് 2 താഴ്വരയാണ് കിട്ടും, 1-2 കിലോ അല്ല. സ്വർണം കിട്ടിയാലും വീണ്ടും 2 താഴ്വര കിട്ടാൻ അവൻ ആഗ്രഹിക്കും. വലൻ യംല അഫാഹു ഇല്ല തുറാബ്, അവന്റെ വായ മണ്ണല്ലാതെ നിറക്കുകയില്ല എന്ന് പറഞ്ഞാൽ, മരിച്ച് ആളുകൾ മണ്ണിടുമ്പോൾ അവസാനം അവന്റെ വായിൽ മണ്ണ് നിറയും, അപ്പോഴല്ലാതെ അവന്റെ ഈ ആഗ്രഹം നിൽക്കുകയില്ല എന്നാണ്. അത് പ്രായമെത്തിയാൽ പോലും ആളുകളുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. ഈ അടുത്തൊരു പണ്ഡിതൻ പറയാം, അയാളൊരു വ്യക്തിയെ കാണാൻ പോയി, ഒരു ധനികനായൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ കാണാൻ പോയപ്പോൾ 90 വയസ്സിന് മുകളിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിലാണ് സംഭവം. 90 വയസ്സിന് മുകളിൽ എത്തിയിട്ടുണ്ട്, വലിയ ധനികനാണ്. അയാളുടെ അടുത്ത് ഉള്ള സമ്പാദ്യത്തെക്കുറിച്ച് പറയുകയാണ്, അയാൾക്ക് ഒരു കച്ചവടം നടന്നാൽ തന്നെ മില്യൺ കണക്കിന് സമ്പാദ്യം അയാളുടെ കയ്യിൽ വരും. ഒരു കച്ചവടം, മാസത്തിൽ ഒരുപാട് കച്ചവടം അങ്ങനത്തെ നടക്കും. ആ വ്യക്തി ഇങ്ങനെ ഭയങ്കര ടെൻഷനിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ വിലക്കയറ്റമുണ്ട്, ടാക്സിന്റെ വിഷയം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ ഭയങ്കര ടെൻഷനിലാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കിയാൽ 90 വയസ്സ് തന്നെ, ഇനിയിപ്പോൾ എത്രയാണ് അയാൾക്കും ജീവിക്കാൻ ഉണ്ടാവുക? ആ സമയത്ത് പോലും ഇങ്ങനെ ആ ചെലവുകളുണ്ട്, ഇങ്ങനെ ശരിയാവുന്നില്ല എന്ന് പറയുന്ന ടെൻഷൻ മനുഷ്യൻ എപ്പോഴും ഉണ്ട്. അതായത് എത്ര വയസ്സ് കൂടിയാലും ഈ സമ്പത്ത് കിട്ടുമ്പോൾ ഇനിയൊന്നും വേണ്ട, വിശ്രമിക്കാം എന്ന ചിന്ത മനുഷ്യന് വരണമെന്നില്ല. മറിച്ച് അതിനോടുള്ള ആഗ്രഹം കൂടുതൽ ഉണ്ടാക്കണം, ഇതിന് നശിച്ചു പോകുമോ എന്നുള്ള ചിന്തയൊക്കെ മനുഷ്യന് വരും. ഞാൻ എത്ര ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ ഇനി ഒന്നാകെ ഇല്ലാതായി പോയി, ഞാൻ സാധാരണക്കാരനെ പോലെ ഒരു പാപ്പരായി പോകുമോ എന്ന രൂപത്തിലൊക്കെ ആളുകൾ ചിന്തിക്കും. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മൾ സൂറത്തുൽ ഫജ്റിലും വായിച്ചു, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, മനുഷ്യൻ വലിയ സ്നേഹം സമ്പത്തിന് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമുക്ക് അങ്ങനെയുള്ള സമ്പത്തിനോടുള്ള ആഗ്രഹം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മറപ്പിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ചില ആളുകൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും സമ്പത്തുണ്ടെന്നല്ല, വേറെ ചില എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ആസ്വാദനങ്ങൾ
ഇത് അള്ളാഹു താലയെക്കുറിച്ച് നമ്മെ മറപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ സുർത്തുമുൽ മഖാബിർ, മരിച്ച് നിങ്ങൾ ഖബറിൽ എത്തുന്നത് വരെ ഇതേ അവസ്ഥ തന്നെ തുടരും. ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് ഈ അവസ്ഥ ഒരു ഘട്ടത്തിൽ തീരൂല. ചില ആൾ പറയും, ഞാൻ ഇത്ര കാലം സമ്പാദിച്ചിട്ട് ഇനിയിപ്പോൾ മാറി ഇബാദത്തിനിരിക്കാം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇത് തീരുകയില്ല. നീ പെരുമ നടിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരിക്കലും തീരുകയില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വജുദ്ദേശിച്ചുകൊണ്ട് നല്ല നിലക്ക് നീ കച്ചവടം ചെയ്യാണ്. അള്ളാഹിനെ മറക്കുന്നില്ല ഒരു ഘട്ടത്തിലും. എല്ലാവരും മോശമാണെന്നല്ലേ ഈ പറയുന്നത്. അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിധിവിലക്കുകളൊക്കെ പാലിച്ചുകൊണ്ട് വലിയ നിലക്ക് സമ്പാദിക്കുന്ന ആളുകളും ഉണ്ടാകും. അല്ല, സമ്പാദിക്കുന്ന എല്ലാവരും മോശം എന്നല്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിന് മാറിയിരിക്കാൻ സാധിക്കും. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല പറയുന്നത് ഈ പെരുമ നടിക്കലൊക്കെ ഇത് നിൽക്കാൻ പോകുന്നില്ല. ഈ ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യമായിരിക്കും, വലിയ കാർ എടുക്കണം, പിന്നെ അടുത്ത കാര്യമായിരിക്കും, അതിനേക്കാൾ അങ്ങനെ ചെയ്യണം. ഇത് ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലെത്തുന്നത് വരെ, ഖബർ സന്ദർശിക്കുന്നത് വരെ ഇതുണ്ടായിരിക്കും എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു തആല ഒരുപാട് സ്ഥലത്ത് ദുനിയാവിൻ്റെ നശ്വരതയെക്കുറിച്ച്, പെട്ടെന്ന് തീർന്നു പോകുന്നതാണെന്നുള്ളതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹു, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദുനിയാവെന്ന് പറയുന്നത് അത് കളിയാണ്, വിനോദമാണ്. വസീനത്തുൻ, ചില അലങ്കാരങ്ങളാണ്. വതഫാഖുറുൻ, ദുരഭിമാനം നടിക്കലാണ്. വതഫാഖുറുൻ ബൈനക്കും, പരസ്പരം ഇങ്ങനെ ദുരഭിമാനം നടിക്കുക. വതകാസുറു ഫിൽ അംവാലി വൽ ഔലാദ്, സ്വത്തുക്കളിലും സന്താനങ്ങളിലും ഒക്കെ എനിക്ക് ഇത്രയുണ്ട്, ഞാൻ ഇത്ര വലിയ കുടുംബത്തിന്റെ ആളാണ്, ഇങ്ങനെയൊക്കെയുള്ള പെരുമ കാണിക്കൽ മാത്രമാണ് ദുനിയാവ്. കമസലി ഗൈസിൻ അഅജബൽ ഖുഫാർ, ഒരു മഴയെ പോലെയാണ് ദുനിയാവിനെ ഓർമ്മപ്പെടുത്തിയത്. ദുനിയാവുമായി ബന്ധപ്പെട്ട് മഴയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ഒക്കെ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മഴ വന്നതുപോലെയാണ്. ആ മഴ വന്നപ്പോൾ അഅജബൽ ഖുഫാറ നബാതുഹു, ആ മഴയിലൂടെ വല്ലതും മുളക്കുമ്പോൾ കർഷകരെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അതിന് ഉണക്കം ബാധിക്കുകയാണ്. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നമുക്ക് കാണാം, പിന്നീട് അത് തുരുമ്പായി പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇങ്ങനെയാണ് പരലോകം, ദുനിയാവെന്ന് പറയുന്നത്. ഇതിങ്ങനെ വലിയ ആകർഷണമായി കാണും, പിന്നീട് അത് ഒന്നുമില്ലാതായി തീരുന്ന അവസ്ഥയാണ് ദുനിയാവിനുണ്ടാവുക. വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാനുൻ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആഖിറത്തിൽ അല്ലാഹുവിന് കടുത്ത ശിക്ഷയുണ്ട്. ദുനിയാവിനെ പുൽകിക്കൊണ്ട് പരലോകത്തെ മറന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ, അതല്ലാത്തവർക്ക് മഗ്ഫിറത്തും റിദ്വാനുമുണ്ട്, പൊറുക്കലും പാപം പൊറുത്തേർത്തും തൃപ്തിയുമുണ്ട്. ദുനിയാവെന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, അത് വഞ്ചനയുടെ രൂപമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ അതേപോലെയാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിടം സന്ദർശിക്കുന്നത് വരെ നിങ്ങളിതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് സന്ദർശനം എന്ന് പറഞ്ഞത്, സിയാറ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഖബറിലേക്ക് എത്തുന്നതോടുകൂടി മനുഷ്യന്റെ ജീവിതയാത്ര അവസാനിക്കുന്നില്ല. അവൻ്റെ യാത്ര ആരംഭിച്ചിട്ടുള്ളത് അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. അവിടെ തൊട്ട് അവന് റൂഹൂതി, ജീവനുള്ള അവസ്ഥ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ മുതലുണ്ട്. അപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു ലോകമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ലോകത്തിലേക്ക് എത്തി. ഈ ലോകത്തിലേക്ക് എത്തിയത് ഒരു ജീവിതമാണ്, ഇത് ഒരു രണ്ടാം ഘട്ടമാണ്. പിന്നീട് അത് നിഷേധിക്കുന്നവരാകട്ടെ അതിന് അംഗീകരിക്കുന്നവരാകട്ടെ എല്ലാവർക്കും മൂന്നാമതൊരു ലോകമുണ്ട്. അത് എവിടെയാണ്? ബർസഖി ജീവിതമാണ്, ഖബറിലാണ്. ആ ഖബർ കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്നില്ല, ആ ഖബറിലൂടെ അവസാനിക്കുന്നില്ല, മണ്ണായി തീരുമ്പോൾ അവസാനിക്കുന്നില്ല, മറിച്ച് അതൊരു സിയാറത്ത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ആ പറഞ്ഞത്? കാരണം ശേഷം വരാനുള്ള ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് അത് തട്ടിച്ചു നോക്കിയാൽ അത് കുറഞ്ഞ കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ശേഷം വരാനുള്ളത് തട്ടിച്ചു നോക്കാൻ പോലും സാധിക്കാത്ത അനന്തമായതാണ്. ഇമ്മാ ഫിൽ ജന്ന വ ഇമ്മാ ഫിന്നാർ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകമാണ്, എവിടെയാണെങ്കിലും അനന്തമായതാണ്. അതുകൊണ്ട് ഇതൊരു സിയാറ മാത്രമാണ്, അവിടെ സ്ഥിരതാമസമില്ല. ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. ഇനി പരലോകം വേറെയുണ്ട്, അവസാന ഭവനത്തിലേക്ക് മടങ്ങി എന്നൊന്നും പറയാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നത് ചില അങ്ങനെയുള്ള വാചകങ്ങളുണ്ട്, അയാൾ അവസാന ഭവനത്തിലേക്ക് അയാൾ മടങ്ങി. ഒരിക്കലും അത് അവസാന ഭവനമല്ല. അത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചില ആളുകൾ അത്തരത്തിലുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുഫ്രൻ വാക്കാണ്. കാരണം ബാസിനെ നിഷേധിക്കലാണ്, ശേഷം പരലോകം ഉണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിനെ നിഷേധിക്കലാണ്. അപ്പോൾ അവസാനത്തെ ഭവനത്തിലേക്ക് മടങ്ങി എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇത് ഇടയിലുള്ള ഒരു ഭവനം മാത്രമാണ്, ഒരു സന്ദർശനം മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ അവിടെ സിയാറത്ത് ചെയ്യുന്നത് വരെ, ഖബറിൽ എത്തുന്നത് വരെ എന്നുള്ളത് സിയാറ എന്നുള്ള വാക്കിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നു കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഇങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഖബറിടം എത്തുന്നത് വരെ
ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് പരലോകം മറന്ന ആളുകളെ അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. കല്ല, വേണ്ട, തീർച്ചയായും നിങ്ങൾ അറിഞ്ഞുകൊള്ളും. സുമ്മ, പിന്നീട്, കല്ല സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ആയത്തിൽ ഇത് പറയാണ്. എന്തുകൊണ്ടാണ് 2 തവണ ഇത് ആവർത്തിച്ചത്? പണ്ഡിതന്മാർക്ക് ഇത് തഫ്സീർ ചെയ്യുമ്പോൾ 2 അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു അത് രണ്ടും 2 അർത്ഥത്തിലാണുള്ളത്. കല്ല സൗഫ തഅലമൂൻ എന്ന് ആദ്യം പറഞ്ഞത് അത് മരണവേളയിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. കല്ല സൗഫ തഅലമൂന ഇൻദൽ മൗത്ത്, മരണവേളയിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. മുസ്ലിമിനും കാഫിറിനും ഒക്കെ മനസ്സിലാകും. പരലോകമുണ്ട് എന്നും മലക്കുകളെ കാണുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ അറിഞ്ഞുകൊള്ളുമെന്നാണ്. സുമ്മ കല്ല സൗഫ തഅലമൂൻ എന്ന് പറയുന്നത് പിന്നീട് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് നിനക്ക് മനസ്സിലാകും. മരിക്കുന്ന സമയത്ത് 1ാമത്തെ ഘട്ടത്തിൽ അവന് മനസ്സിലാകും. ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് വീണ്ടും അള്ളാഹു റൂഹ് നൽകിയിട്ട് ഖബറിലെ ചോദ്യം ആരംഭിക്കുമ്പോൾ അവൻ മനസ്സിലാകും കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. പലരും ഇത് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. ഈ നിമിഷത്തിൽ പോലും ഖബറിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നമുക്ക് ചുറ്റും. അപ്പോൾ അവരൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 ഘട്ടത്തെക്കുറിച്ചാണ് കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങൾ മരിക്കുന്ന വേളയിലും മനസ്സിലാകും, ഖബറിൽ എത്തിയാലും നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്ന കാര്യമൊക്കെ വെറുതെ ആയിരുന്നു. ഈ ഓടിയതും കഷ്ടപ്പെട്ടതും ഒക്കെ എല്ലാം അവിടെ ഉപേക്ഷിച്ച് വരാൻ മാത്രമായിരുന്നു. ആ സമയം കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു 2 റക്അത്തെങ്കിലും അധികം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിക്റെങ്കിലും അധികം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇത് ഉപയോഗപ്പെടുമായിരുന്നു എന്നവിടെ വെച്ച് മനസ്സിലാകും. അത് ഇനി ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല. ഇനി ഒരു അമല് പോലും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഖബറാളികളെ കുറിച്ച് പറയുന്നത്, റമളാനിൽ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, ഒരു നോമ്പെങ്കിലും അനുഷ്ഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, സ്വതക്കകൾ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കും. കാരണം അത്രയും പ്രതിഫലം കിട്ടുന്ന സമയമൊക്കെ ഒരുപാട് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇവനിങ്ങനെ ദുനിയാവിൻ്റെ കച്ചവടത്തിൽ മാത്രമായിരുന്നു. ദീനിനെ കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ സമയമുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യത്തിൽ പറഞ്ഞത്. ഇതാണ് ഒരു അഭിപ്രായം. 2ാമത്തെ അഭിപ്രായം പണ്ഡിതന്മാർ പറയുന്നത് അത് തഅക്കീദിനാണ്, ഉറപ്പിച്ചു പറയുന്നതിനാണ്. 2ഉം ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. അറിഞ്ഞുകൊള്ളും, പിന്നീട് അറിഞ്ഞുകൊള്ളും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഗൗരവമില്ലാത്ത അർത്ഥത്തിലല്ല, മറിച്ചത് ശക്തമായ താക്കീതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമുള്ള കാര്യം മാത്രമേ ഖുർആനിലൂടെ പറയുകയുള്ളൂ. ഒരായത്ത് വെറുതെ ഒരേപോലെ തന്നെ പറയുകയില്ല. ഒരേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയില്ല. അങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കൊള്ളൂ. കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിക്കൊള്ളൂ എന്നുള്ളത് ശക്തമായ താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്നാണ്. പിന്നീട് പറയുന്നു, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ അശ്രദ്ധയിലാകുമായിരുന്നില്ല. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായിട്ടുള്ള അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഈ പരലോകത്തെ അശ്രദ്ധമാക്കി കളയുന്ന രൂപത്തിൽ നിങ്ങൾ ദുനിയാവിനെ മാറ്റുമായിരുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇപ്പം ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായിട്ടുള്ള അറിവ് എന്നാണ്. അറിവ് 3 രൂപത്തിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയും. ഒന്ന് ഇൽമുൽ യഖീനാണ്, ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു യഖീനുണ്ട്, ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അങ്ങനെ കിട്ടുന്ന ഒരു അറിവുണ്ട്. 2ാമത്തത് ഐനുൽ യഖീനാണ്, ഒരു കാര്യത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നേരെ ഒന്നുകൂടി യഖീനായി, ഒന്നുകൂടി ഉറപ്പായി. 3 ഹഖുൽ യഖീൻ ഉണ്ട്, അതിനെ സ്പർശിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് തൊട്ടറിഞ്ഞാൽ ഒന്നുകൂടി യഖീൻ കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ കഅബ ഉണ്ട് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഇൽമുൽ യഖീൻ മാത്രമാണ്, അവർ കണ്ടിട്ടില്ല, ഇങ്ങനെ അവിടെ ഉണ്ട് എന്നറിയാം. നേരെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഐനുൽ യഖീനായി, അത് സ്പർശിച്ചാൽ അവന് ഹഖുൽ യഖീനായി, ആ കാര്യത്തെക്കുറിച്ച് അറിയാൻ പറ്റും. ഏതൊരു വസ്തു അങ്ങനെ ഉണ്ടാകും, 3 തരത്തിലുള്ള അറിവ് അതിനെ കുറിച്ചിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ആ ദൃഢമായിട്ടുള്ള അറിഞ്ഞ ആ കാര്യം നിങ്ങൾ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ കേട്ട കാര്യം നന്നായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ദൃഢമായ അറിവ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ അശ്രദ്ധയിലാകുമായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള അറിവില്ല, നിങ്ങളിങ്ങനെ ഇനി ഐനുൽ യഖീൻ കാത്തുകയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഖബറിൽ എത്തിയതിനു ശേഷം, പരലോകത്തെത്തിയതിനു ശേഷം നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാം, ഇത് വേണ്ടെങ്കിലും കൊണ്ടുവരട്ടെ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ആളുകൾ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എത്തിയത് കൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇൽമുൽ യഖീനിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതായിരുന്നു നിങ്ങൾക്ക് നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പിന്നീട് പറയുന്നു, ലതറവുന്നൽ ജഹീം, ജ്വലിക്കുന്ന നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, തീർച്ചയായും പിന്നീട് നിങ്ങളത് ഐനുൽ യഖീനായി നിങ്ങളത് നേരിട്ട് തന്നെ കാണും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുക. ഇപ്പം ഇൽമുൽ യഖീൻ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഐനുൽ യഖീനിലെ നന്മയൊന്നും കാണാൻ സാധിക്കില്ല. ഇൽമുൽ യഖീനെ നിഷേധിച്ച ആളുകൾക്ക് പിന്നീട് നേരിട്ട് കാണുന്നത് നരകം തന്നെയായിരിക്കും. അത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. നരകത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ഒരുപാട് ഹദീസുകളിലും
മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. 70,000 ചങ്ങലയുള്ള നരകമാണത്. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുണ്ട്. 70,000 ചങ്ങലകൾ കൊണ്ട് വലിക്കപ്പെടാൻ മാത്രം ഭാരവും വ്യാപ്തിയും വലുപ്പവും ഒക്കെ ഉള്ള നരകമാണത്. അതിൻ്റെ ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ വലിക്കുന്നുണ്ട്. അപ്പം അത്രയും ഭാരമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വറഅൽ മുജ്രിമൂന അന്നാർ, നാളെ നരകത്തിൽ കുറ്റവാളികൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ഫളന്നു അന്നഹും വാഖിഊഹ, അതിലവർ വീഴുമെന്നുള്ള കാര്യം അവർ ഏതാണ്ട് ഉറപ്പാക്കും. വലം യജിദു അൻഹ മസ്രിഫ, അതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താനായിട്ട് അവർക്ക് ഒരാളെയും അവിടെ കണ്ടെത്തുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് നരകം മുന്നിൽ കാണുന്ന സമയത്ത് വിലപിക്കാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ തന്നെ നമുക്ക് താക്കീത് ചെയ്തിരിക്കാൻ. ഇപ്പൊ നമ്മൾ ആരും നരകത്തിലേക്ക് എത്തിയിട്ടില്ല. ദുനിയാവിൽ ഇത് ഖുർആൻ വായിക്കുന്ന, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഇപ്പൊ പറഞ്ഞു തരാം. ഇങ്ങനെ സംഭവിക്കാനുണ്ട്. നാളെ അങ്ങനെ എത്തിക്കാനെ കുറെ മുജ്രിമീങ്ങൾ അവരിങ്ങനെയൊക്കെ ചിന്തിക്കും. അവരപ്പോൾ പറയും, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. അതുകൊണ്ട് ഇപ്പോഴിതാ നിങ്ങളോട് കാര്യം ഇതാ നേർക്ക് നേരെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചോളൂ എന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവതരിപ്പിക്കുകയും അത് ഖിയാമത്ത് നാൾ വരെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ബാക്കിയാക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനത്തിൽ പറയുന്നു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നൽകിയ ഓരോ നിഅമത്തുകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഈ നിഅമത്തുകൾ കരസ്ഥമാക്കുമ്പോഴായിരുന്നല്ലോ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറന്നത്. അപ്പോൾ നിഅമത്തുകൾ കരസ്ഥമാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കൃത്യമായി ചോദിക്കും. അത് അള്ളാഹുവിനെ ധിക്കരിക്കാനാണോ ഉപയോഗിച്ചത്, അതല്ലാതെ അള്ളാഹു നന്ദി കാണിച്ചിട്ടുണ്ടോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ് പറയുന്നത്. ഈ നിഅമത്ത് എന്ന് പറയുന്ന ഒരുപാട് നിഅമത്തുകൾ കിട്ടിയ വലിയ പണക്കാരോട് മാത്രമുള്ള ചോദ്യമാണ് എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കേണ്ടതില്ല. കാരണം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ പട്ടിണി പാവങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സ്വഹാബത്ത് തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. വഅയ്യു നഈമിൻ നുസ്അലു അൻഹു, ഏത് നഈമിനെ കുറിച്ചാണ്, ഏത് സുഖാനുഭൂതിയെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കപ്പെടുക? കാരണം സ്വഹാബികളെ കുറിച്ച് നമുക്കറിയാം, അവർക്ക് അങ്ങനെ ഭക്ഷണം ഉണ്ടായിട്ടില്ല. അവരിൽ ചിലർക്ക് ഒറ്റ വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ കഴുത്തിലേക്ക് കെട്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്, വേറെ വസ്ത്രമില്ല, അതുമാത്രം. അങ്ങനെയുള്ള ഒരുപാട് സ്വഹാബികളുണ്ട്. അപ്പൊ അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്ത് നിയമത്താണുള്ളത്? ഇന്നമാ ഹുവൽ അസ്വദാൻ അത്തംറു വൽ മാ, നമ്മുടെ അടുക്ക് വെള്ളവും ഈത്തപ്പഴവും അല്ലാതെ മറ്റൊന്നും നമ്മുടെ അടുത്തില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈത്തപ്പഴമുണ്ട്, ദാഹിച്ചാൽ വെള്ളമുണ്ട്, ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറഞ്ഞത് അമ്മ ഇന്നഹു സയകൂൻ, എന്നാൽ അതുണ്ടെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ചോദിക്കും. ഈ വെള്ളം കുടിച്ചിട്ട് എന്താണ് ചെയ്തത്? അള്ളാഹുവിനെ ധിക്കരിച്ചോ അല്ല അള്ളാഹുവിനനുസരിച്ചോ? ഈത്തപ്പഴം നിന്നിട്ട് എന്താണ് ചെയ്തത്? അള്ളാഹുവിനെ ധിക്കരിച്ചോ അള്ളാഹുവിനനുസരിച്ചോ? ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, നമ്മൾ കുടിക്കുന്ന തണുത്ത വെള്ളത്തെക്കുറിച്ച് പോലും എന്തുണ്ട്, ചോദ്യമുണ്ട് എന്ന്. ഒരു തണുത്ത വെള്ളം ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് പോലും അത് അനുഗ്രഹം തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ച് പോലും ചോദ്യമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റൊരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അബൂബക്കറും ഉമറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉള്ള ഒരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു സംഭവമാണ്. ഒരിക്കൽ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഔ ലൈല, രാത്രിയിലോ പകലിലോ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഫഇദാ ഹുവ ബി അബീ ബക്രിൻ വ ഉമർ, അപ്പോൾ അത് അബൂബക്കറും ഉമറും ഇങ്ങനെ വീട്ടിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫഖാല മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ, ഇന്നേരത്ത് എന്താണ് നിങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ, പുറത്തിറങ്ങാനുള്ള കാരണം എന്താണ്? ഖാല അൽജു, രണ്ടുപേരും പറഞ്ഞു വിശപ്പാൻ. അപ്പൊ അബൂബക്കറിന്റെയും ഉമറിന്റെയും വീട്ടിൽ ഭക്ഷണമില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു അൽജു യാ റസൂലല്ലാഹ്, പട്ടിണിയാണ് റസൂലേ. ഖാല വഅന വല്ലദീ ബിനഫ്സി ബിയദി ലഅഖ്റജനി അല്ലദീ അഖ്റജകുമാ, അല്ലാഹുവാണ് സത്യം, ഞാനും പറയട്ടെ, നിങ്ങൾ രണ്ടുപേരെയും ഏത് കാര്യമാണോ പുറത്തേക്ക് ഇറങ്ങാൻ കാരണമാക്കിയത് അത് തന്നെയാണ് എന്നെയും പുറത്തിറങ്ങാൻ കാരണമാക്കിയത്. അത് 3 പേരും വിശക്കുകയാണ്. ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 3 ആളുകളാണ്. അഫ്ളലുൽ ഖൽഖാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖാണ്. അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. 3 പേരും സ്വർഗത്തിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള സ്വഹാബികൾക്ക് വിശപ്പുണ്ടായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശപ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നാൾക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മാത്രം ഒന്നുമില്ല, നമ്മളിങ്ങനെ ദീനൊക്കെ പാലിച്ച് ജീവിച്ചിട്ടും നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടൊക്കെ നമുക്കങ്ങനെ പ്രയാസം തന്നെയാണല്ലോ എന്നാരും ചിന്തിക്കേണ്ടതില്ല. നമ്മളെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ ആ പരീക്ഷണത്തിൽ അത് വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂമു, എന്നാൽ നമുക്ക് എഴുന്നേൽക്കാം, നടന്നു നോക്കാം. ഫഖാമു മഅഹ, എല്ലാവരും അങ്ങനെ പോയി. ഫഅത റജുലൻ മിനൽ അൻസാർ, അങ്ങനെ ഒരു അൻസാരിയായ
അത്യാവശ്യം ധന്യതയുള്ള ഒരാളുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഫൈദാഹു അലൈസ ഫീ ബൈത്തി, അദ്ദേഹം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഫലമാ റഅത്ഹുൽ മർഅ ഖാലത് മർഹബൻ വഅഹ്ല, അപ്പോൾ ആ ആളുടെ ഭാര്യ കണ്ടപ്പോൾ നിങ്ങൾ കയറിയിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അയാൾ എവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നമുക്ക് വേണ്ടി വെള്ളവും മറ്റുമൊക്കെ കൊണ്ടുവരാൻ പോയതാണ്. അങ്ങനെ അപ്പോഴേക്കും ആ സഹാബി അൻസാരി തിരിച്ചെത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹ് മാ അഹദുൻ അൽയൗമ അക്റമു അദ്യാഫ മിന്നി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി, ഇന്നത്തെ ദിവസം എന്നെക്കാളും നല്ലൊരു അതിഥിയെ കൊണ്ട് ഒരാളെയും അല്ലാഹു തആല ആദരിച്ചിട്ടില്ല. ഏറ്റവും വലിയ അതിഥികളാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി അദ്ദേഹം പോയി ഒരു കൊല ഈത്തപ്പഴം കൊണ്ടുകൊടുത്തു, ഒരു റൊത്തബ് എടുത്തു കൊണ്ടു കൊടുത്തു. അങ്ങനെ അറക്കാൻ വേണ്ടി, ആടിനെ അറക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തുപോയി. കാരണം അതിഥികളെ കിട്ടിയിരിക്കുകയാണ്. ഈയാക്കൽ ഹലൂബ്, പാലുള്ളതിനെ, കറവയുള്ളതിനെ അറക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു ആടിനെ അദ്ദേഹം അറുത്തു കൊണ്ടു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ഇത് വെച്ചു കൊടുത്തു. ഇതിറങ്ങി പുറത്തേക്ക് എത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോടും ഉമറിനോടും പറയാം, വല്ലദീ നഫ്സി ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, തീർച്ചയായും ഖിയാമത്ത് നാളിൽ ഈ സുഖാനുഭൂതിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക തന്നെ ചെയ്യും. ആരോടാണ് പറഞ്ഞത്? പട്ടിണി കൊണ്ട് വീട്ടിൽ ഒന്നുമില്ലാതെ വന്നിട്ട് അപ്പോൾ കിട്ടിയ ഭക്ഷണം, ഇത് കിട്ടിയ ഒരാളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഇതിനെക്കുറിച്ച് ചോദിക്കും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ സുമ്മ ലം തർജിഉ ഹത്താ അസാബകും ഹാദൻ നഈം, പട്ടിണി കൊണ്ടാണല്ലോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇപ്പോഴിതാ നിങ്ങൾ മടങ്ങുന്നത് ഈ അനുഗ്രഹം ലഭിച്ചുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. സഹാബികളോട് അങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് അവസാനം ഭക്ഷണം കിട്ടിയ ഉമറിനോടും അബൂബക്കറിനോടും റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾക്കൊക്കെ എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ മാത്രമാണ് സഹോദരങ്ങളെ നമുക്ക് എമ്പാടും, നമ്മുടെ ശരീരത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും നമ്മുടെ എന്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെയാണ് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ അസ്ലം, ഒരാൾ വിജയിച്ചു, അയാൾ മുസ്ലിമാണ്. വകാന റിസ്ഖഹു കഫാഫ, അന്നേക്കുള്ള റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകി. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, അവന് നൽകിയതിൽ അള്ളാഹു തൃപ്തിയും സംതൃപ്തിയും നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു എന്നാണ്. ഈ മൂന്ന് കാര്യം, ഒരാൾ മുസ്ലിമാണ്, അന്നേക്കുള്ള റിസ്ക് ഉണ്ട്, കിട്ടിയതെന്തോ അതിൽ ഖനാഅത്തുണ്ട്, സംതൃപ്തി ഉണ്ടെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനും ദുനിയാവിൽ നേടിയെടുക്കുന്നില്ല. മുസ്ലിം ആകണം, ഇല്ലേ പിന്നെ എന്തിട്ടിട്ടും കാര്യമില്ല. അന്നേക്കുള്ള റിസ്ക് മതി. അതൊരാൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഒരു 10 തലമുറക്ക് ഉണ്ടായാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഓരോരുത്തർക്കും അന്നത്തെ റിസ്ക് അത്രേ എടുക്കാൻ പറ്റുള്ളൂ. ഇട്ടത് ഒരു ഡ്രസ്സ്, കുടിച്ചൊരു ഗ്ലാസ് വെള്ളം, ഭക്ഷണം, ഇതേ ഒരു മനുഷ്യന് കിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവൻ അവിടെ അങ്ങനെ വാങ്ങി വെക്കുക, ബാങ്കിൽ ബാലൻസായി വെക്കുക എന്നുള്ളതല്ലാതെ യാതൊരു കാര്യമില്ല. ഇനി ഇതൊക്കെ കിട്ടുമ്പോഴും ഒരു കാര്യം കൂടിയുണ്ട്, വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, അള്ളാഹു നൽകിയതിൽ ഖനാഅത്ത് ഉണ്ടാകണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് ചിലപ്പോൾ കഞ്ഞിയും എന്തെങ്കിലുമൊക്കെ ചെറിയ രൂപത്തിൽ ഭക്ഷണം കഴിക്കണം, പക്ഷെ നല്ല തൃപ്തിയുണ്ട്, അത് കുടിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അതിനേക്കാൾ കോടിക്കണക്കിന് വിലയുള്ള വസ്തുക്കളും മറ്റുമൊക്കെ വിളമ്പിയാലും ചിലപ്പോൾ തൃപ്തി ഉണ്ടായിക്കൊള്ളുന്നില്ല, യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. തൃപ്തി ഉണ്ടാകില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഖദ് അഫ്ലഹ്, തീർച്ചയായും വിജയിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞതിലും സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നീട് തീർച്ചയായും അന്നേ ദിവസം അഥവാ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൂറത്ത് പൂർണ്ണമായി ഇത് ചർച്ച ചെയ്യുന്നത് ദുനിയാവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദുനിയാവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പരലോകത്തെക്കുറിച്ച് മറന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെക്കുറിച്ചും വിലക്കുകളെക്കുറിച്ചൊക്കെ മറന്ന്, അള്ളാഹുവിനെ ചിന്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ മറന്നുകൊണ്ട്, ദീനിനെക്കുറിച്ച് മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണ്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ സൂറത്തിൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഇനി അതിനെക്കുറിച്ച് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നീ മാറ്റമുണ്ടായോ? അതല്ല, ഈ പറയുന്നത് പോലെ ഖിയാമത്ത് നാളിനെ കുറിച്ച് കേട്ടിട്ടും പരലോകത്തെക്കുറിച്ച് കേട്ടിട്ടും ഖബറിനെ കുറിച്ച് കേട്ടിട്ടൊക്കെ യാതൊരു മാറ്റവുമില്ലാതെ ആ ദുനിയാവിനെ വെട്ടുപിടിക്കാൻ വേണ്ടി യാത്രയിലാണോ എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിച്ചത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.